ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ തലേദിവസം എനിക്ക് ഇത്തിരി ജോലി തിരക്കായിട്ട് കുറച്ചധികം നേരം ഉറക്കമൊഴിച്ചിരിക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിറ്റേ ദിവസം തീരെ വയ്യായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ് 1-2 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഇത്തിരി നേരം വൈകിട്ട് രാവിലത്തെ പരിപാടി ചോറ് തലേദിവസം വെച്ച കാരണം അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം കിടക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ശ്രീകുട്ട അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്. ചേട്ടൻ്റെ അവിടെ കുറച്ച് ചീരത്തൈയൊക്കെ മുളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കാണ് കേട്ടോ. പിന്നെ ഇതാ കോവയ്ക്ക കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വറക്കാമെന്ന് വിചാരിച്ച് പൊട്ടിച്ചതായിരുന്നു. പിന്നെ അതൊക്കെ പച്ചയ്ക്ക് തിന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റൊന്നുമല്ല. എനിക്കതങ്ങനെ കടിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. ചേട്ടനും അങ്ങനെ കഴിക്കും. ഷുഗറുള്ളവർക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ലെങ്കിലും അതിനോടെന്തോ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വയ്യാണ്ടായ കാരണം കൊണ്ട് തന്നെ രാവിലെ പിള്ളേർ മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കൊണ്ടു അങ്ങനെ അവസാനിപ്പിച്ചു. ഉച്ചയ്ക്കും എനിക്ക് അങ്ങോട്ട് ഉഷാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഒരു ചെമ്മീൻ ജെല്ലി ഉണ്ടാക്കി അത് വെച്ച് തട്ടിക്കൂട്ടി എന്ന് പറയാം. എന്താ പറയുക, കറക്റ്റായിട്ടൊന്നും എല്ലാവർക്കും തികഞ്ഞൊന്നുമില്ല. എന്നാലും പിന്നെ വിശപ്പിനുള്ളത് കഴിച്ചു. പിന്നെ ഞാൻ ഒരു 3 മണിയാകുമ്പോഴേക്കും അടുക്കളയിലേക്ക് പോകുന്നു കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇനി ഇവരിങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഒപ്പിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അത് കാരണം ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് വയ്യാത്തപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു ഡിന്നർ വേണം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ ഒരു റെസിപ്പിയും ചിക്കൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം ചേട്ടൻ ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കഴുകി ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് ഈ സുഗുണ ചിക്കൻ ഉണ്ടല്ലോ, അതാണ്. അതിലെന്ന് സ്കിന്നോട് കൂടിയ ചിക്കനാണ് വരിക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് ചിക്കൻ വയ്ക്കുമ്പോൾ. അതിൻ്റെ ഉള്ളിൽ ആ നെയ്യും പണ്ട് അമ്മമാരൊക്കെ വെച്ചിരുന്ന ആ ഒരു ചിക്കൻ കറിയുടെ രീതിയിലാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത് കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ പറയാൻ വെച്ചാൽ അവർ മുഴുവൻ മല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഞാനിന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും നമുക്കങ്ങനെ മുഴുവനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചാനെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറയില്ലേ, എനിക്കിത്തിരി ക്ഷീണമുണ്ട്, പോയി കിടക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഫുഡ് ഇല്ലാത്ത കാരണം അതൊരു സങ്കടമാണ്. അപ്പോൾ വേഗം ചിക്കനൊക്കെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ട് അതിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടാവും. സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ആ നെയ്യൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു സവോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയ്ക്കൊക്കെ ഒന്ന് റെഡിയാക്കി അരിഞ്ഞെടുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അതൊന്ന് അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ജീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു. ജീന മാത്രമല്ല, ഞങ്ങൾ ഇടയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും നന്മ വരണേന്ന് തന്നെയല്ല എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാണ്ട് എനിക്ക് മാത്രം നന്മ വരണേന്ന് പ്രാർത്ഥിക്കണവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നന്മ വരണേന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിക്കാം. പിന്നെ ജീനയ്ക്ക് ഇത്തിരി വയ്യായിക വന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞത് കേട്ടോ. മുന്നൊരു വീഡിയോയിൽ സ്ത്രീയെ പറ്റി പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വയ്യാണ്ടാവുമ്പോഴാണ് ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് വീഡിയോയിൽ പറയണത് കേട്ടോ. പ്രാർത്ഥിച്ച് സഹായിക്കാനൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ള സഹായങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും അപ്പോൾ അത് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ആ ചിക്കനിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത് അത്ര ഇട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഒരു ഇത്തിരി ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞാവും, എനിക്ക് ഓർമ്മയില്ല. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിനൊരു പച്ചമണം ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ പാത്രം ചൂടായപ്പോൾ ഞാൻ വേഗം അതിൽ നിന്ന് എടുത്ത് പിന്നെ കുറച്ച് നേരം ചൂടായ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ ചിക്കൻ കറി വെക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ സവോളയ്ക്ക് പകരം മിക്കവാറും ചെറുള്ളിയൊക്കെ തന്നെയാണ് ചേർക്കാറ്. ഇതിലിത്തിരി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടിത്തിരുമ്പി അവിടെ വെച്ചു. പിന്നെ അതൊരു ചട്ടിയിലേക്ക് അങ്ങോട്ട് നേരിട്ട് വെളിച്ചെണ്ണ അധികം ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചിക്കനിൽ അത്യാവശ്യം നെയ്യുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഇപ്പോൾ ഒഴിക്കണില്ലേ, ലാസ്റ്റ് നമുക്ക് വറുത്തിടാം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചും കേട്ടോ അവിടെ വേവിച്ച് വെക്കാൻ കേട്ടോ. പിന്നെ വട്ടപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കണത്. അത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എൻ്റെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഇന്ന് ഇത്തിരി ബുദ്ധിമുട്ടി ഞാൻ. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു ടിപ്പൊക്കെ ചെയ്തു, അങ്ങനെ റെഡിയാക്കി എടുത്തു. ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്നത്തെ ഈ ഒരു 2 റെസിപ്പിയും
ശ്രീകുട്ടന് മാത്രമേ എല്ലാവർക്കും. അപ്പോൾ ഞാൻ 3 കപ്പ് പൊടിക്ക് 3 കപ്പ് തന്നെയാണ് വെച്ചത്. അപ്പം ഇനി വെള്ളം കൂടി പോയെങ്കിലോ എന്ന് വെച്ചിട്ട് ഇത്തിരി വെള്ളം ആദ്യം ഒന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയൊരു ലൂസിൽ വേണം കേട്ടോ ഈ ഒരു പൊടി കുഴയ്ക്കാനായിട്ട്, ഓവർ ടൈറ്റ് വേണ്ട. എൻ്റെ ഇത്തിരി ടൈറ്റായി. അപ്പോൾ കൂട്ടുകാരെ എപ്പോഴും ഇത്തിരി ലൂസിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടാൻ നമുക്ക് എളുപ്പമായിട്ടുണ്ടാവുക. ഞാൻ നോൺ സ്റ്റിക്ക് അല്ല വെച്ചത്, അപ്പോൾ ഇരുമ്പ് ചട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കറക്റ്റ് ആ വെള്ളം തന്നെ വേണ്ടി വന്നു. നന്നായിട്ട് കുഴച്ചെടുത്ത് ആദ്യം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ചെറുതായിട്ടുള്ള ചൂടുള്ളപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ഭയങ്കര ഈസിയാണ്. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിരുന്നു, നമ്മൾ തലേദിവസം തന്നെ ഇങ്ങനെ പത്തിരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടിപൊളിയായിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ, നൈസ് പത്തിരി. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിക്കേണ്ട എപ്പോഴെങ്കിലും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ മൂടി വെച്ചു. അതിനിടയ്ക്ക് ചിക്കൻ വെന്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഒന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പോരാൻ തോന്നുകയാണെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചൂടാക്കിയൊക്കെ ഇടണമെങ്കിൽ ഇടാം, അല്ല ഇത്തിരി നാളികേരം വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്തില്ല കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ ബോളെടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഒന്നിങ്ങനെ പരുത്തി, വട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വട്ട് പോലെ തന്നെ കേട്ടോ, വേറെ വട്ടല്ല, സാധാരണ വട്ട്. അപ്പോൾ അതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നു. അപ്പോൾ ഇനി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി കുറുതായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഉപ്പ് ഒത്തിരി കൂടുതലായിട്ട് തോന്നി. പിന്നെ ഇവർക്കൊക്കെ അതിന് ഉപ്പ് പോരായിയാന്ന് പറഞ്ഞു. പിന്നെ ആർക്കും വലിയ കുഴപ്പമുണ്ടായില്ല, ഉപ്പ് പാകത്തിനാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഒരു അരമുറി നാളികേരത്തിൻ്റെ ഒക്കെ പിഴിഞ്ഞാൽ മതി, അധികമൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് കണ്ടിട്ട് ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒന്ന് വറുത്ത് അതിലേക്ക് ചേർത്തു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ പത്തിരി വേവിച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ചിക്കൻ കറി ഒന്ന് കുറുതായൊക്കെ ചെയ്തു. അതിലേക്കും ഞാൻ നാളികേരക്കൊത്തും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വറുത്ത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നാൽ മതി കേട്ടോ. പിള്ളേരൊക്കെ അപ്പോഴേ തുടങ്ങി ചിക്കൻ തന്നെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഞാൻ പുരട്ടണതിൻ്റെ കാരണം എൻ്റെ ഈ ഇരുമ്പ് ചട്ടിയാണ്, ഈ ഒരു അടുപ്പിലാണ് വെക്കണത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഗ്യാസിന്മേലാണ്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇലയിൽ വെച്ച് ചൂടണമെങ്കിൽ അങ്ങനെ ചൂടാം, അപ്പോഴും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്പുകളൊക്കെ മാറ്റം വരുത്തും സാധാരണ ഈ റെസിപ്പി ചെയ്യുന്നതിനേക്കാളൊക്കെ. അപ്പോൾ അതിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണ്ട, മീഡിയത്തിലാക്കാം. എന്നിട്ട് അത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പായപ്പോൾ വേറെ സൂത്രം കൂടി ആക്കി. ഇതിങ്ങനെ ആക്കി പിന്നെ അത് വെന്ത് കഴിഞ്ഞ് കണ്ടിട്ട് അപ്പം തന്നെ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇടാം കേട്ടോ. ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ മതി, അല്ലാണ്ട് ഇട്ട് കുതിർത്ത് അങ്ങനെയൊന്നും വേണ്ട, അപ്പോൾ അത് പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരികയാണെന്ന് മാത്രം. കഴിക്കലൊക്കെ അതങ്ങനെ വിളമ്പി ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോഴേക്കും എല്ലാവരും ഒന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി എന്ന് വെച്ചാൽ ചിക്കൻ മുളകിട്ടതെന്ന് പറയാം നമുക്കിതിനെ. ഇത്തിരി ചെറിയൊരു സ്പൈസി ആവണം കേട്ടോ. ഇത് തേങ്ങാപ്പാലിലല്ല മുക്കിയെടുക്കണം നമ്മൾ, അപ്പോൾ അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ചിക്കൻ കറി ഇത്തിരി ഒരു സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ചെറിയൊരു ചാറോട് കൂടി എടുക്കുമ്പോൾ. രണ്ടാമത്തെ പിന്നെ ഉള്ളതിൽ ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേഗം ആക്കിയെടുത്തു. അപ്പോൾ ഇത്തിരി സ്പീഡിൽ വേവണ പോലെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഉള്ളു വേവാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ തന്നെ കാസറോളിൽ ഇട്ട് അടച്ചു വെച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ പ്ലേറ്റിലേക്ക് പത്തിരി ഇട്ടിട്ട് പിന്നെ ഇത്തിരി തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു. സൈഡിൽ ചിക്കൻ കറിയും കൂടി ഇട്ടിട്ട് അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് വലിയ പണിയിൽ ബാക്കിയുള്ള ചോറൊന്നും ഞാൻ അപ്പം തന്നെ തിളപ്പിച്ച് വെച്ചു അടുക്കളയൊക്കെ റെഡിയാക്കിയിട്ടും ചേട്ടനും കുറേയൊക്കെ ഒന്ന് സഹായിച്ചു. പിള്ളേർ പരീക്ഷ എന്നുള്ള പേരിൽ അങ്ങനെ നടക്കുകയാണ്, എന്നാലും കുറച്ചൊക്കെ സഹായിക്കും. അങ്ങനെ ഇന്നത്തെ കാര്യം. പിന്നെ വൈകുന്നേരത്തെ ഈ ചിക്കൻ കറിയും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ല. പിന്നെ അച്ചാർ ഒരു ഇത്തിരി ഇരിപ്പുണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. എളുപ്പത്തിൽ 2 മാങ്ങ അരിഞ്ഞ അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഈ ഒരു ദിവസമൊക്കെ. പിന്നെ പറ്റിയില്ല. ഇനി അതെന്തായാലും നാളത്തെ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. പെട്ടെന്ന് തന്നെയൊക്കെ നമുക്കൊരു 2 മാങ്ങ എടുത്ത് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം 2 മാങ്ങ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ഇന്നലത്തെ വീഡിയോ കുറേ കൂട്ടുകാർ കണ്ടിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ. നമ്മുടെ ആദ്യത്തിൻ്റെ വിശേഷമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും